ഇന്നൊരു തോരൻ്റെ റെസിപ്പിയാണ്, അതായത് നമ്മുടെ ഉള്ളിത്തണ്ട് മുട്ടത്തോരൻ. നമുക്ക് നോക്കാം. ആദ്യത്തെ ഞാൻ എല്ലാ ഉള്ളിത്തണ്ടും എടുത്തിട്ട് രണ്ടറ്റും നല്ലതുപോലെ മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താ വെച്ചാൽ, നമ്മുടെ ചീരേൻ്റെ തണ്ടൊക്കെ പോലെ തന്നെ ഇതിൻ്റെ ഇടയിലുണ്ട് മൂത്ത തണ്ട് ഇളയ തണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എല്ലാ തണ്ടും ഒരേപോലെ എടുത്തിട്ട് കുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇടയ്ക്കൊരു കടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇളയ തണ്ട് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ചവയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അപ്പോൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇളയ തണ്ട് മാത്രം യൂസ് ചെയ്യുക. അത് അവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള എറിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴുകി ഉള്ളിത്തണ്ടിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെച്ചാണ്. പിന്നെ വേണ്ടത് കോഴിമുട്ടയാണ്. നമുക്ക് ആവശ്യത്തിന് മുട്ട എടുക്കുക. അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ കുത്തിച്ചതച്ച് മാറ്റി വെക്കുക. വെളിച്ചെണ്ണയിലാട്ടോ. അതവിടെ മാറ്റി വെച്ച ശേഷം അടുത്ത പാൻ എടുത്തിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള അതെടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ കഴുകി നമ്മൾ മഞ്ഞൾപ്പൊടി വെച്ച് മാറ്റി വെച്ച് നമ്മുടെ ഉള്ളിത്തണ്ട് ഉണ്ടല്ലോ, അതെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി ഇത്രയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് നമുക്ക് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ മസാലയ്ക്ക് അല്ലെങ്കിൽ അരപ്പിനായിട്ട് നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാൻ നമ്മുടെ എരിവിന് പാകത്തിനെടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തേങ്ങ അരപ്പിന് അതും കൂട്ടിയിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ച കോഴിമുട്ട ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ട് അടച്ച് വെക്കുക. ഇനി തുറന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അടി പിടിക്കും കേട്ടോ. ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപ്പ് വേണോ അല്ലെങ്കിൽ എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്, നല്ല ഫ്ലേവറാട്ടോ. ഒക്കെ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഉള്ളിത്തണ്ട് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും.